XUV സെഗ്മെന്റിൽ എന്നും വ്യത്യസ്തതയാർന്ന വാഹനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് മഹീന്ദ്ര. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് XUVയുടെ കോമ്പാക്ട് സെഗ്മെന്റിൽ ഒരു പുതിയ വാഹനം XUV 300 എന്ന് പറയുന്ന മഹീന്ദ്രയുടെ പുത്തൻ വാഹനമാണ്. Welcome to another brand new episode of Dream Drive. എടുത്തു പറയേണ്ട 5 ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചേഴ്സുമായിട്ടാണ് മഹീന്ദ്ര ഈ വാഹനം ഇപ്പോൾ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അട്രാക്ഷൻ വരുന്നത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഇതിൻ്റെ ഫ്രണ്ട് ഗ്രിൽ തന്നെയാണ്. ഈ ഗ്രില്ലിൽ എവിടെയൊക്കെയോ നമുക്ക് നമ്മുടെ XUV 500യുടെ ആ ഒരു സ്റ്റഡ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രോമിൻ്റെ അക്സൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് റോഡ് അപ്പിയറൻസ് ഈ വാഹനത്തിന് മാക്സിമം കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ മുൻവശം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് ആണ്. പ്രൊജക്ടർ ഹെഡ്ലാമ്പിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമ്മൾ നേരത്തെ XUV 300യിൽ കാണുമ്പോൾ ചീറ്റ എക്സ്പയർഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ നമ്മൾ ഡോറിൻ്റെ ഹാൻഡിൽസ് നമ്മൾ അതിലൊരു ചീറ്റയുടെ കൈ അല്ലെങ്കിൽ ചീറ്റയുടെ നഖം വരുന്ന രീതിയിലുള്ള ഒരു ചീറ്റ എക്സ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ XUV 300 500 നമുക്ക് ഉണ്ടായിരുന്നു. ഈ 300 അത് ആക്ച്വലി തിരിച്ചു വന്നിരിക്കുമ്പോൾ ഈ പറയുന്ന DRLs ആണ്. DRLസിലെ ആക്ച്വലി ഒരു ഹിയർ അല്ലെങ്കിൽ ഒരു നമ്മളത് നൈറ്റിൽ നമ്മളിതിൻ്റെ അപ്പിയറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും മനസ്സിലാവും ഒരു ചീറ്റയുടെ കണ്ണിൻ്റെ അവിടുത്തെ ഒരു എക്സ്പ്രഷൻ അത് നമുക്ക് വളരെയധികം മനസ്സിലാകുന്ന രീതിയിലുള്ള ഈ ഷേപ്പിലുള്ള ഒരു DRLs ആണ് നൽകിയിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് ആദ്യമായി ഞാൻ നേരത്തെ പറഞ്ഞ 5 ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സിലെ ഒന്ന് എന്നറിയപ്പെടുന്ന ഇതിൻ്റെ ഫ്രണ്ട് സെൻസേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ കോമ്പാക്റ്റ് SUV വെഹിക്കിൾ ആദ്യമായിട്ടാണ് ഒരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഒരു വാഹനത്തിന് നൽകുന്നത്. ബാക്കി നമുക്ക് മുന്നിലേക്ക് പറഞ്ഞതുപോലെ തന്നെയാണ് ഫ്രണ്ടിൽ ഒരു ക്രോമിൻ്റെ അത് കൂടാതെ തന്നെ ഒരു ഗാർണിഷിങ് നമുക്ക് താഴെയും കാണാൻ കഴിയുന്നുണ്ട് XUV 300യുടെ. പിന്നെ ഈ അഗ്രസീവ് ഗ്രില്ലും അത് കൂടാണ്ട് തന്നെ ഒരു ചേംബറിനകത്ത് തന്നെയാണ് ഫോഗ് ലാംപ്സും വന്നിരിക്കുന്നത്. ടോട്ടലി വാഹനത്തിൻ്റെ മുൻവശത്ത് നോക്കുമ്പോൾ കുറച്ച് അത്ര ഷോർട്ടർ അല്ലാത്ത ഒരു കോമ്പാക്റ്റ് SUV ആണെങ്കിൽ കൂടെയും ഇച്ചിരി വൈഡർ ആയിട്ടുള്ള ഒരു ഹുഡ് തന്നെയാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇത്രയുമാണ് ഈ വാഹനത്തിൻ്റെ മുൻവശത്തിൽ നിന്ന് പറയാൻ കഴിയുന്ന എടുത്തു പറയേണ്ട കുറച്ച് ഫീച്ചേഴ്സ്. വശങ്ങളിലേക്ക് വരുമ്പോഴും ഈ വാഹനത്തിൻ്റെ ഡിസൈൻ വൈസ് നമുക്ക് ഇപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ഷോൾഡർ ലൈനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ A പില്ലറും C പില്ലറും നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ ഗ്ലോസി ആയിട്ടുള്ള വളരെ ഗ്ലേസിങ് ആയിട്ടുള്ള പിയാനോ ബ്ലാക്ക് ആണ്. B പില്ലർ പോയിട്ട് A പില്ലറും C പില്ലറും അത് ഈ വാഹനത്തിൻ്റെ ഒരു എന്താ പറയുക കുറച്ചൊരു ക്ലാസി ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ആക്ച്വലി റൂഫ് റെയിൽസ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ബ്ലാക്കും സിൽവറും അല്ലെങ്കിൽ ചേർന്നിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു റൂഫ് റെയിലാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മറ്റൊരു ഫീച്ചർ ഈ ORVMലാണ് വരുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം പിൻവശത്തുള്ള റിയർ ഗ്ലാസ്സിൽ എല്ലായ്പ്പോഴും നമുക്കൊരു ഡീഫോഗർ ഉണ്ടാവും. ആ ഡീഫോഗർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതും ഈ പറയുന്ന ORVMസിലേക്കും ആ ഡീഫോഗർ വർക്കാവുന്ന രീതിയിലുള്ള ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടാണ് ഈ വാഹനം ഇപ്പോൾ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ഇതിൻ്റെ വളരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ വളരെ ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ ലൈൻ വന്നതിന് ശേഷം നമ്മുടെ ഈ പറയുന്ന ഒരു SUV ലുക്ക് കൊണ്ടുവരാനായിട്ട് ഈ വീൽ ആർച്ചിൻ്റെ മുകളിൽ നിന്ന് ഇച്ചിരി പ്രൊജക്റ്റായി നിൽക്കുന്ന രീതിയിലാണ് സൈഡിലെ വശങ്ങളിലേക്കുള്ള ഒരു ഡിസൈൻ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് ഈ വാഹനത്തിൻ്റെ ഈ പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആക്ച്വലി 180 mm ഉണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്.
ഫുൾ ഓൺ ബോർഡ് ആകുന്ന സമയത്ത് വാഹനത്തിൽ എല്ലാ യാത്രക്കാരും കയറിയതിന് ശേഷം 160 mm ആണ് ഈ വാഹനത്തിന് ലഭിക്കുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്. അതുകൂടാണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2600 mm വീൽ ബേസ് ഉള്ള ഒരു വാഹനമാണ്. 17 ഇഞ്ചിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രീമിയം കാസിലേക്ക് വരുന്ന സെഗ്മെൻറ്റിലുള്ള ഒരു ഡയമണ്ട് കട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അലോയ്സ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ വാഹനത്തിൻ്റെ ഈ വീൽ ആർച്ചിലുള്ള ഒരു ബ്ലാക്ക് ക്ലാഡിങ് തന്നെ ആക്ച്വലി ഈ ഡോറിലേക്കും അത് ഈ എൻഡ് വരെയും ബാക്കിലത്തെ വീൽ ആർച്ച് വന്ന് എൻഡ് ചെയ്യുന്ന രീതിയിൽ മൊത്തത്തിൽ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങും കൂടെ നൽകിയിട്ടുണ്ട് ഈ വാഹനത്തിന്. XUV 300യുടെ പിൻവശത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഡിസൈനിൽ എടുത്തു പറയേണ്ടത് ഈ കാണുന്ന LED ടെയിൽ ലാമ്പ് തന്നെയാണ്. അതായത് ഒരു പ്രീമിയം കാറിൻ്റെ ലുക്കിലേക്കുള്ള ഒരു LED ടെയിൽ ലാമ്പാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ പിൻവശത്തെ ഡിസൈൻസിൽ ഒരു കോമ്പാക്റ്റ് വെഹിക്കിൾ തന്നെയാണ്, ഒരു കോമ്പാക്റ്റ് SUV ആണെന്ന് നമുക്ക് തോന്നുന്നതിനേക്കാൾ ഉപരി ഒരു എന്താ പറയുക, കുറച്ച് കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫീല്, മുന്നിൽ നിന്ന് നമ്മൾ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് ഫീൽ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ എൻഡ് പോർഷനിൽ കൊണ്ടുവന്നിട്ട് വാഹനത്തിന് ഇത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഈ പറയുന്ന LED ടെയിൽ ലാമ്പും മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ പിൻവശത്തെ ലുക്ക് വളരെയധികം, അല്ലെങ്കിൽ ലുക്ക് വൈസ് വളരെയധികം ഒരു അട്രാക്റ്റീവ് ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബൂട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ ബൂട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് റിവേഴ്സ് സെൻസേഴ്സ് വിത്ത് ഒരു ക്യാമറ നമ്മുടെ ഈ പറയുന്ന മഹീന്ദ്രയുടെ ലോഗോയുടെ പിൻവശത്തായിട്ട് തന്നെയാണ്. ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത ഡൈനാമിക് ലൈൻസ് ഉൾപ്പെടെ നൽകുന്ന ഒരു ക്യാമറയാണ്. ഡ്രൈവർ വാഹനം ഈ റിവേഴ്സ് ക്യാമറ ഉപയോഗിച്ചതിന് ശേഷം സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അതിനകത്ത് ലൈൻസ് കാണാൻ കഴിയും. എത്രത്തോളം വാഹനത്തിന് ടേണിംഗ് ഉണ്ടാവും, എത്രത്തോളം വാഹനം തിരിയും എന്നുള്ള വാഹനത്തിൻ്റെ പൊസിഷൻ ഈ ഡ്രൈവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനും അത്രത്തോളം ഡ്രൈവിങ് ആയാസരഹിതമാക്കാനും കഴിയുന്ന ഒരു ഫീച്ചർ കൂടെ നൽകിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ക്യാമറ റിവേഴ്സ് ക്യാമറ നൽകിയിരിക്കുന്നത്, റിയർ ക്യാമറ. അതുകൂടാണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് പറയുവാണെങ്കിൽ മറ്റു വാഹനത്തിലുള്ളപ്പോൾ ഇവിടെ ഒരു സോഫ്റ്റ് ടച്ചിലാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത്. ബൂട്ട് 257 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഫുൾ ഓൺ ബോർഡ് ഉള്ളപ്പോഴുള്ള ബൂട്ട് സ്പേസ്. അതുകൂടാണ്ട് തന്നെ ഈ വാഹനം നമുക്ക് എക്സ്പാൻഡബിൾ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഈ പിൻ സീറ്റ് രണ്ടും നമുക്ക് 60-40 റേഷ്യോയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇത്. അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ ഈ ബോർഡ് നമുക്ക് ഈ പറയുന്ന ഇതിനകത്തുള്ള ഈ ബോർഡ് ഈ മുകളിൽ കാണുന്ന ഈ പോർഷനിലേക്ക് നമുക്ക് ആക്ച്വലി വെക്കാൻ കഴിയുന്നതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഈവൻ സംടൈംസ് നമ്മുടെ ഡ്രൈവ് ചെയ്യുന്ന ഒരു വാഹന പ്രേമിയായിട്ടുള്ള ഒരു ഡ്രൈവർക്ക് അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ കൂടെയും ഇതിൽ നമുക്ക് കിടന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകത്തക്ക രീതിയിലുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീച്ചർ ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ 257 ലിറ്റർ ബൂട്ട് സ്പേസിൽ നിന്നും 625 ലിറ്റർ ബൂട്ട് സ്പേസിലേക്ക് എക്സ്പാൻഡബിൾ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. XUV 300യുടെ പിൻവശങ്ങളിലും നമുക്ക് ഇതിൻ്റെ ഫോഗ് ലാമ്പ് നൽകിക്കൊണ്ടാണ് ഈ വാഹനം ഇപ്പോൾ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ പറയുന്ന റിവേഴ്സ് നമ്മുടെ ബ്ലാക്ക് കളറിലുള്ള റിയർ ബമ്പറിന് താഴെയായിട്ട് ഒരു ക്രോം ആക്സെൻറ്റിൽ വരുന്ന ഒരു സ്കിഡ് പ്ലേറ്റും കൂടെ നൽകിക്കൊണ്ടാണ് അത് വാഹനത്തിൻ്റെ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചൊരു സ്പോർട്ടി ലുക്ക് വാഹനത്തിന് നൽകാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. XUV 300യുടെ പിൻ സീറ്റിലേക്ക് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഒരു ലെഗ് സ്പേസ് ഉള്ള ഒരു വാഹനം തന്നെയാണ്. ഒരു കോമ്പാക്റ്റ് SUVക്ക് ആവശ്യത്തിനുള്ള അതിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് വാഹനത്തിൻ്റെ പിൻവശത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ നോർമലി ഉള്ള ഒരു മാഗസിൻ ഹോൾഡറിനേക്കാൾ കുറച്ചും കൂടെ വ്യത്യസ്തമാർന്നിട്ടുള്ള ഇങ്ങനെ നമുക്ക് വേറൊരു രീതിയിലുള്ള ഒരു മാഗസിൻ ഹോൾഡറാണ് നൽകിയിരിക്കുന്നത്. കുറച്ചും കൂടെ എക്സ്പാൻഡബിൾ ആയിട്ട് നമുക്ക് ഇച്ചിരി നീളമുള്ള കാര്യം ഒരു മാഗസിൻ കൂടെയും മടക്കി അകത്ത് വെക്കത്തക്ക രീതിയിലാണ്. പോക്കറ്റ്സ് അവൈലബിൾ ആണ്. ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഒരു സ്പേസ് ഒരു പോക്കറ്റും അവൈലബിൾ ആണ്. നമ്മുടെ ഈ പറയുന്ന ഒരു സിൽവറിൻ്റെ ഒരു ആക്സെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഡോർ ഹാൻഡിൽസിന് ഇൻറ്റീരിയറിൽ കുറച്ചൊരു എന്താ പറയുക ഒരു ഭംഗി കിട്ടത്തക്ക രീതിയിലാണ് വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണയായി ഒരു വാഹനത്തിൻ്റെ പിൻ സീറ്റിലിരുന്ന് ട്രാവൽ ചെയ്യുന്ന ഒരു ട്രാവലർക്ക് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു യാത്രക്കാർ മാക്സിമം നമുക്ക് കിട്ടുന്ന ഒരു സീറ്റ് ബെൽറ്റ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ വേസ്റ്റിലുള്ള ഒരു സീറ്റ് ബെൽറ്റ് മാത്രമേ ഉള്ളൂ. വശങ്ങളിലിരിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് 3 പോയിൻ്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സീറ്റ് ബെൽറ്റ് ഫീച്ചർ ഉള്ളൂ. പക്ഷേ ഈ XUV 300ക്ക് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. മിഡിൽ സീറ്റിൽ അല്ലെങ്കിൽ മിഡിലിൽ ട്രാവൽ ചെയ്യുന്ന ഒരു യാത്ര ചെയ്യുന്ന ഒരാൾക്ക് കൂടെ
ഈ ഈസി ആയിട്ട് ത്രീ പോർഷനിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സീറ്റ് ബെൽറ്റ് നമുക്ക് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റി, ഇപ്പം നോർമലി അല്ലെങ്കിൽ മുൻ സീറ്റിൽ 2 സൈഡിലിരിക്കുന്ന അല്ലാതെ മിഡിലിരിക്കുന്ന ആൾക്കുള്ളൊരു സേഫ്റ്റി സീറ്റ് ബെൽറ്റിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കാം. അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു പുതിയ എന്താ പറയുക, ഒരു ട്രാവലർക്ക് മിഡിലിരിക്കുന്ന ആൾക്കും അത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ വാഹനം ഇപ്പോൾ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓഗ്മെൻറ്റഡ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ വാഹനത്തിന് സെയിൽസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മഹീന്ദ്ര ഇപ്പം നൽകിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഗ്മെൻറ്റഡ് വെർച്വൽ റിയാലിറ്റിയുടെ ഒരു ഫീച്ചറാണ്. അതായത് കസ്റ്റമർ ആഗ്രഹിക്കുന്ന കളറും ആ ഒരു വേരിയൻറ്റും ഉള്ള ഒരു വാഹനം അവൈലബിൾ അല്ലെങ്കിൽ തന്നെ ഈ സോഫ്റ്റ്വെയറിലൂടെ കയറ്റിയതിന് ശേഷം അതിനകത്ത് എവിടെ കളർ മാറ്റണം, എന്തൊക്കെ ആക്സസറീസ് ആഡ് ചെയ്തിട്ട് കാണാൻ പറ്റും, ഒരു വെർച്വൽ റിയാലിറ്റി ആയിട്ട് ആ വാഹനത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഈ കളറിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആക്സസറി ആഡ് ചെയ്താൽ ഈ വാഹനത്തിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള ലെവലിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സെയിൽസ് സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ടാണ് ഈ ഓഗ്മെൻറ്റഡ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. XUV 300യുടെ ഇൻറ്റീരിയർ ആക്ച്വലി മൊത്തത്തിലൊരു ബ്ലാക്ക് ആൻഡ് ബേജ് കോമ്പിനേഷനിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രീമിയം കാറിൻ്റെ ഒരു ലുക്കിലേക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്താ പറയുക, ഒരു കളർ ടോൺ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ ക്യാപ്റ്റൻ സീറ്റ് 6 വേ അഡ്ജസ്റ്റബിൾ ആണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അല്ല, മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്യാപ്റ്റൻ സീറ്റാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫീച്ചർ തന്നെയാണ് 7 എയർ ബാഗ്സ്. അത്രത്തോളം ഒരു സേഫ്റ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടെന്ന് കൂടെ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് തന്നെ ഞാൻ ഇതിനകത്ത് നമ്മുടെ കൺട്രോൾ സിസ്റ്റംസും മറ്റതും എല്ലാം സ്റ്റിയറിംഗിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് ഉണ്ട്. നോർമലി ഈ പറയുന്ന ഒരു XUVക്ക് കിട്ടേണ്ട കൈൻഡ് ഓഫ് ഒരു കോമ്പറ്റീറ്റേഴ്സിലുള്ള ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഇതിൽ കവർ ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 7 ഇഞ്ചസിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ നാവിഗേഷൻ ഉൾപ്പെടെ നമുക്കതിനകത്തുണ്ട്. ഓട്ടോമാറ്റിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള ORVMs ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വിത്ത് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഹീറ്റ്, അതായത് നമുക്ക് ഈ പറയുന്ന ഡിഫോഗ് ഓപ്ഷൻസ് നമ്മുടെ റിയർ വ്യൂ ഈ പറയുന്ന ORVMസിലേക്ക് കൂടെ കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചറും കൂടെ നൽകിയിട്ടുള്ള ORVMs ആണ് നൽകിയിരിക്കുന്നത്. IRVM ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാഹനത്തിന് പിന്നിൽ നിന്നുള്ള വാഹനത്തിൻ്റെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരാതിരിക്കാനായിട്ട് ഓട്ടോമാറ്റിക്കലി അതിനെ ഡിം ആക്കിയിട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറുള്ള IRVMസും ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, നമുക്ക് പനോരമിക് അല്ല, ഈവൻ ദോ ഒരു ഇലക്ട്രോണിക് സൺറൂഫ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സൺറൂഫ് നമുക്ക് ആക്ച്വലി മാറ്റിയതിന് ശേഷം ഒരു ഇലക്ട്രോണിക് സൺറൂഫ് വിത്ത് ആൻറ്റി പിഞ്ച് ഗാർഡാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. 6 സ്പീഡ് ട്രാൻസ്മിഷനുള്ള വാഹനമാണ്. വെൽക്കം ടു സെലിബ്രിറ്റി സെഗ്മെന്റ്. നമസ്കാരം, എല്ലാവർക്കും സുഖമാണോ? നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ്. എൻ്റെ നാട്ടിൽ തന്നെയാണ്. എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുകൂടി വെള്ളേട റോഡിലൂടെ ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഇന്നോവയാണ്. പക്ഷേ എൻ്റെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഞാൻ സ്വന്തമാക്കിയ വണ്ടി, ആദ്യത്തെ സമ്മാനങ്ങളൊന്നും ഒരിക്കലും നമ്മളാരും മറക്കില്ല. മാരുതി 800 ഒരു നീല കളറാണ്. ഇവിടെ അപൂർവമായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് ആ വണ്ടി എങ്ങനെ പോയാലും എല്ലാവർക്കും അറിയാം. അത് ഞാനൊരു 5 കൊല്ലം ഉപയോഗിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ സാൻഡ്രോ എന്ന് പറഞ്ഞൊരു വണ്ടി എടുത്തു. അത് കഴിഞ്ഞിട്ട് സ്വിഫ്റ്റ് ഡിസയർ എടുത്തു. സ്വിഫ്റ്റ് ഡിസയർ എടുത്തിട്ട് ഇന്നോവ എടുക്കാൻ പോയ കഥയാണ് വലിയ കഥ. കാരണം സ്വിഫ്റ്റ് ഡിസയർ എനിക്ക് കൊടുക്കണമെന്നുണ്ട്, ഒരു വലിയ വണ്ടി എടുക്കണമെന്നുണ്ട്. ഞാനങ്ങനെ എറണാകുളത്ത് ചെന്നു. അപ്പോൾ ഒരു വണ്ടി അവിടെ വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു, കൊച്ചി കടവന്ത്രയിൽ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു വണ്ടി വന്ന് കാണും, ഒരു ഇന്നോവ.
കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2016 മോഡലാണ്, 16 ലാസ്റ്റാണ്. വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലൊന്ന് മറ്റുള്ള വണ്ടികളൊക്കെ ഉണ്ട്, ആ കൂട്ടത്തിൽ ഒരു ചേർത്തുള്ള രജിസ്ട്രേഷനുള്ളൊരു വണ്ടിയാണ്. വണ്ടി ഇഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇനി എൻ്റെ വണ്ടി കൊടുക്കണമല്ലോ, എനിക്കിത് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് തീരലും അവിടെ ഒരാൾ എൻ്റെ വണ്ടിയെ കയറി പിടിച്ചേക്കുന്നത്, ഈ വണ്ടി എന്തിനു കൊടുക്കും? ഞാൻ പറഞ്ഞ് വേറൊരു വണ്ടി എടുക്കാൻ വേണ്ടി കൊടുക്കും. അല്ല, ഈ വണ്ടി എത്ര രൂപ കൊടുക്കും? അപ്പം ഞാനൊരു എമൗണ്ട് പറഞ്ഞു. അയാൾ ആ കാശ് അപ്പം തന്നെ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു. ഞാൻ ഈ വണ്ടി കൊണ്ടുപോയിക്കോട്ടെ, താക്കോല് വരുമോ? ഞാൻ പെട്ടില്ലേ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിത് വണ്ടി വിൽക്കണ വിവരമൊന്നും വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല, ഒരു യാത്ര കൂടി ഞാൻ ചെയ്തിട്ട് അതല്ല എനിക്ക് പ്ലീസ്. പിന്നെ അങ്ങനെ കാല് പിടിച്ചു. കാറിന് പോയി ഞാൻ ഓട്ടോ പിടിച്ചാണ്ട് തിരിച്ചന്ന് വീട്ടിൽ വന്ന് വൈഫിനോട് ചോദിച്ചു, എന്തേ നമ്മുടെ വണ്ടി എന്തേ ഇവിടെ കൊണ്ട് ഇട്ടു, വർക്ക്ഷോപ്പിൽ വല്ലതും കയറ്റിയോ? ഞാൻ പറഞ്ഞു, വണ്ടി പോയി. വണ്ടി കൊണ്ട് ആൾ പോയി. ക്യാഷും തന്നു, ചെക്കും ബാക്കി ക്യാഷുമായിട്ട് ആൾ കൈ റെഡിയായിട്ട് ഇങ്ങ് നിൽക്കുക. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, ഞാൻ പോയിട്ട് ഇന്നോവ എടുത്തു. ഇപ്പോൾ വണ്ടി ഞാൻ സുഖമായിട്ട് യാത്ര ചെയ്യുന്നു. ലോങ് യാത്രയ്ക്കൊക്കെ വളരെ സന്തോഷമാണ്. പക്ഷേ മറ്റു വണ്ടികളിൽ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെക്കോർഡിട്ട യാത്രയൊക്കെ ചെയ്തേക്കുന്ന സംഭവങ്ങളാണ് ഈ മാരുതി 800. ഇന്നത്തെ കുറേ മിമിക്രിക്കാരും ഒക്കെ അതിനകത്ത് കയറി ഏതാണ്ട് അയൽ രാജ്യങ്ങൾ ഒഴിച്ചു ബാക്കിയൊക്കെ അത് യാത്ര ചെയ്തതാണ്. അത്രയും കഥ പറയാൻ മറ്റൊരു വണ്ടിക്കില്ല. ഇതിലിപ്പോൾ യാത്ര സുഖമാണ്, ലോങ് യാത്രയൊക്കെ പോകാം. വണ്ടി വലിയ വണ്ടിയാണെന്ന് നമുക്ക് തോന്നി. ആദ്യം എനിക്ക് ഓടിക്കാനൊക്കെ ഒരു ചെറിയ ഭയപ്പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി ഓടിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആദ്യമൊക്കെ എനിക്ക് ഇത്ര നീളം കൂടുതലാണല്ലോ, അല്ലെങ്കിൽ ഇത് വലിയ വണ്ടിയാണല്ലോ, ഇതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ഓടിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ സുഖമാണ്. ഓടിക്കുന്ന ആൾക്കും സുഖം, കൂടെ ഇരിക്കുന്നവർക്കും സുഖം, യാത്ര ചെയ്യാനും സുഖം. ഒരു തളർച്ചയോ ഒരു ക്ഷീണമോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. എല്ലാം കൊണ്ടും സുഖകരമായിട്ടുള്ള ഒരു യാത്ര. ഈ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. എൻ്റെ ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കണം നമ്മുടെ ഡ്രൈവർമാരോട് ഇങ്ങനെ പറയും, നമ്മുടെ കൂടെയുള്ള സാരഥിമാരോട്. കുഴപ്പമില്ല ചേട്ടാ, അത് ഇത്ര നമുക്കിനി എന്തോരം ഉണ്ട്? നമ്മുടെ എനിക്ക് കിലോമീറ്റർ കുറച്ചും കൂടി ഉണ്ട്, കുഴപ്പമില്ല നമുക്ക് രാത്രി അടിക്കാം എന്നൊക്കെ പറഞ്ഞ് പച്ചപ്പാതിരിയാകുമ്പോൾ ഇവർ പറയും, വണ്ടിയുടെ ഡീസൽ തീർന്നിട്ടാ. ഞാൻ പറയും, ഞാനിനി ഇവിടെ പോയി ഒപ്പിക്കാനാണ്. അങ്ങനെ നിരവധി ഡീസൽ കിട്ടാതെ പെരുവഴി കിടന്ന കഥകൾ, ഉറങ്ങിപ്പോയ കഥകൾ. അതുപോലെ തന്നെ വണ്ടിയുമായിട്ട് നമ്മൾ പോയതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെക്കാൾ മുമ്പ് വണ്ടി ഇന്ന് മുമ്പോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കും. അപ്പം ഞാനൊരു പോലീസുകാരുടെ പരിപാടിയാണ്. എൻ്റെ വണ്ടിക്ക് ഇന്ന് വരെ ഫോട്ടോ എടുത്തിട്ടില്ല, ക്യാമറ ക്ലിക്ക് ചെയ്തിട്ടില്ല. ഞാനിവിടെ ഇരുന്ന് തൃശ്ശൂർ പ്രോഗ്രാം ആ വണ്ടിയിൽ ഇരുന്നപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, കമ്മീഷണർ അന്നത്തെ വേണു സാറേ എനിക്കിങ്ങനെ ഒരു 7 മണിക്ക് പള്ളിയിൽ പരിപാടി തുടങ്ങണം, എനിക്ക് പോകണം. നിന്നി ധൈര്യമായിട്ട് നീ ഇവിടുന്ന് പോകും. ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് അങ്കമാലി ചാലക്കുടി വെറുതെ കിടക്കണല്ലേ റോഡ് വെറുതെയാണ് കിടക്കണം. പക്ഷേ എനിക്കങ്ങനെ വെറുതെ പോകാൻ പറ്റുമോ? സമയമൊക്കെ കഴിഞ്ഞാണ് ഞാനിവിടെ 6 മണിക്കാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. മാക്സിമം ഒരു ഇത്തിരി സ്പീഡ് എവിടെയോ കൂടിപ്പോയി. ആദ്യമായിട്ടൊരു ഫോട്ടോ അടിച്ചത് പോലീസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് പോകുമ്പോഴാണ് ആദ്യത്തെ ഒരു ഫോട്ടോ. അത് ഞാൻ സാറിനെ കൂടെ കാണിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഫോട്ടോ ഇവിടെ വെച്ച് താമസിച്ചതിന് എനിക്ക് കിട്ടിയ വലിയ സമ്മാനമാണ്. ഈ പാലത്തിൻ്റെ ഇവിടെ വെച്ചാണ് ഞാൻ ഡ്രൈവിങ് പഠിക്കണത്. എന്നെ ഈ പാലത്തിൻ്റെ താഴെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ്. അയാൾ പറഞ്ഞ് ഇവനൊന്ന് ഡ്രൈവിങ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ കൂടെ പല ട്രിപ്പിനൊക്കെ വരുമെങ്കിലും പഠിപ്പിക്കാൻ വരുമ്പോൾ എൻ്റെ ആശാനായിട്ട് മാറും. എന്നെ ഈ ഇറക്കത്തിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് പറയും, വണ്ടി ചെടുത്ത് മുമ്പോട്ട് പോകാൻ പറയും. ഞാൻ പറയും ഫസ്റ്റ് എങ്ങനെ ഇടണം, സെക്കൻഡ് ഇടണം, തേർഡ് ഇടണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് മിമിക്രി വളവള കാണിക്കണ പോലെയല്ല. ഗിയർ മാറ്റി ഫസ്റ്റ് ഇട്, സെക്കൻഡ് ഇട്, അപ്പിടിക്ക് ഇതിങ്ങനെയൊക്കെ അടിക്കാനൊക്കെ വരും. കുറേ അങ്ങ് ദേഷ്യപ്പെട്ട് നാളെ രാവിലെ പോകുമ്പോൾ ഞാനാ രാജാവ്, അപ്പോൾ ഇയാൾ ഡ്രൈവറായിട്ടിരിക്കും. ഇവിടെ കൊണ്ടുവന്നിടും, വണ്ടി പുറകോട്ട് പോകും, പിന്നെ മുമ്പോട്ട് പോകും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. പുള്ളിയെ ചീത്തയൊക്കെ വിളിച്ച് ഞാൻ ഒരു ദിവസം പറഞ്ഞു, ചേട്ടാ ഒന്ന് ഇറങ്ങി ഞാൻ കറക്റ്റായിട്ട് എടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ ഒരൊറ്റ പോക്ക് പോയി. ചേട്ടൻ പിന്നെ ഓട്ടോറിക്ഷ പിടിച്ചാണ് എൻ്റെ വീട്ടിൽ വന്നത്. അത് ഈ ജംഗ്ഷനാണ്, നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയത് വലിയൊരു കഥയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് സാബു എന്ന് പറഞ്ഞൊരു സുഹൃത്ത് മഞ്ഞപ്പുറയിലുണ്ട്. ഒരുപാട് പേരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ്, രാഷ്ട്രീയ രംഗത്തും സിനിമാ രംഗത്തും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കളെ എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. വണ്ടിക്കകത്ത് കയറാൻ പറഞ്ഞു, കാലോട്ട് വിടാൻ പറഞ്ഞു, ചെറിയൊരു ദക്ഷിണം വെക്കാൻ പറഞ്ഞു. ഞാൻ രാത്രി എന്നെ മൂവാറ്റുപുഴയെ കൊണ്ടുപോയി തിരിച്ച് അവിടെ നിന്ന് ഇവിടം വരെ. ഞാൻ എങ്ങനെ വണ്ടി ഓടിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അപ്പോഴും ലൈസൻസ് കിട്ടിയിട്ടില്ല. എൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഞാൻ അങ്കമാലി തന്നെ ചെന്നിരിക്കുക. അങ്ങനെ ഒരുവിധം ലൈസൻസ് കിട്ടണമല്ല, ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ജീപ്പാണെന്ന് എനിക്ക് തോന്നണം. ജീപ്പ് തന്നു, വണ്ടി തന്നിട്ട് എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ട് ചെയ്യും, വണ്ടി ഓടിച്ച് എച്ചെടുക്കാനൊക്കെ പറഞ്ഞു.
ഞാൻ ഓരോ സ്ഥലത്തേക്ക് തിരിയുന്നതോറും ഓരോ കമ്പി വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ലെഫ്റ്റ് എടുക്കുമ്പോൾ ഒരു കമ്പി പോയി, റൈറ്റ് എടുക്കുമ്പോൾ ഒരു കമ്പി പോയി. അങ്ങനെ ഒരു കമ്പി ഒഴിച്ച് എല്ലാ കമ്പിയും ഞാൻ ഇടിച്ചിട്ട് ലാസ്റ്റ് ഉണ്ടായിരുന്ന കമ്പി ഞാൻ സിഗ്നൽ കൊടുത്തു മറിച്ചിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇവിടെ അധികം നേരം നിൽക്കണ്ട, പെട്ടെന്ന് വിട്ടു പോയിക്കോളാൻ പറഞ്ഞു. രണ്ടാമത് ചെന്നപ്പോൾ പുള്ളി കയറ്റത്തിൻ്റെ ഇറക്കത്തിലൊക്കെ കൊണ്ട് നിർത്തിയിട്ട് എന്നോട് പറഞ്ഞ് വണ്ടി ബാക്ക് പുറക്കാതെ എടുത്തോളാൻ പറഞ്ഞു. കൂടുതലും വണ്ടി ബാക്കോട്ടാണ് പോയത്. അപ്പോൾ പുള്ളി ഇറങ്ങിയിട്ട് പറഞ്ഞ് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ തവണയാണ് കൃത്യമായിട്ട് വണ്ടി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ പതുക്കെ ചെറിയ മാരുതി ഒക്കെ ഓടിച്ച് ഒരു ധൈര്യമായിട്ടാണ് പിന്നെ ചെന്ന് ലൈസൻസ് എടുത്തത്. പിന്നെ ഇപ്പം ഞാൻ എല്ലാ വണ്ടികളും ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഓട്ടോറിക്ഷയായിരുന്നു എനിക്ക് ഓടിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. അത് സീരിയലിനകത്ത് സിനിമക്കകത്ത് സ്ഥിരം ഓട്ടോറിക്ഷക്കാരനായി. പിന്നെ വണ്ടിയെല്ലാം ഓടിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. മിക്ക വണ്ടികളും ഓടിക്കും, പക്ഷെ എന്നാലും കുറേ കൂടി സുഖം തോന്നിയ വണ്ടി ഇപ്പോഴത്തെ എൻ്റെ ഈ വണ്ടിയാണ്. പൊതുവെ എല്ലാവരും പറയാറുണ്ട് ഇന്നോവ ഭയങ്കര യാത്ര ചെയ്യാൻ സുഖമാണ്, നല്ല യാത്ര മറക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും യാത്ര ചെയ്യാൻ നല്ല സുഖമുള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ ഇവനുമായിട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിന്റെ വിശേഷവുമായി കണ്ടുമുട്ടാം. Till then, this is your Sergeant signing off. Love you all. Take care and keep watching Kaumudy. Sergeant's Costume Courtesy, Men's World, Balaramupuram.